പറയ്. ഹലോ ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും പറയ്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക് പറയ്. അപ്പോൾ ഇന്ന് റമളാൻ 4 അപ്പോൾ 4-ന്റെ അന്നാണ് നമ്മളെ വീട്ടിലുള്ളത് കേട്ടോ. ഇപ്പോൾ ഇത്ര ദിവസം എവിടെ ഇരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എൻ്റെ വീട്ടിലും ഉമ്മ താത്താൻ്റെ വീട്ടിലായിരുന്നു. വയ്യാണ്ട് സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മാൻ്റെ പല്ലൊക്കെ എടുത്തിട്ട് ആകെ എന്താ പറയുക, പഴുപ്പൊക്കെ ആയിട്ട് ആൾക്കേ. അപ്പോൾ അങ്ങനെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിൽ നിന്നാണ്, 4ാമത്തെ നോമ്പിൻ്റെ അങ്ങനെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം കേട്ടോ. എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കീറിയ ടാർപ്പായ മൊത്തം ഊരിയിട്ട് പുതിയ ടാർപ്പായ ഇടാൻ പോകട്ടാ. നല്ല വെളിച്ചം വന്ന് കഴിച്ച് നല്ല മഴ പെയ്തിട്ടാ. അപ്പോൾ ന്യൂസ്കാൻ്റെ ഓട്ടോഷൊക്കെ നനഞ്ഞ് ആകെ. അപ്പോൾ വിചാരിച്ചു ഞങ്ങൾ ടാർപ്പായ മാറ്റാമെന്ന്. അങ്ങനെ ഇപ്പം തന്നെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ടാർപ്പായ കിട്ടി അതിന് കാണില്ലല്ലോ. അങ്ങനെ നമ്മൾ പണിയൊക്കെ കഴിയാണ്ട് ഇനിയും മേലെ ഷീറ്റ് ഇട്ടിരിക്കണമെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ. ഇൻഷാല്ലൊക്കെ കഴിക്കണം. അപ്പോൾ ഇപ്പം നല്ല പണിയില്ല. ന്യാസ്കഥ അവിടെ നിന്ന് ചക പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇവിടെ അന്നെ കാണുന്നുണ്ട്, ട്രൗസറൊക്കെ ഇട്ടിട്ട് വരുന്നു. ഞങ്ങൾ പുതിയ കാർ ഷെഡ് ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഓട്ടർഷ കയറിയിട്ട് കാണിച്ചു കൊടുക്കുക. ഓട്ടർഷ കേറിയിട്ടാണ് അത് കേറിയത്. ചെളി കളിക്കല്ലേ അങ്ങനെ. ചെളി കളിക്കല്ലേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അപ്പി വെള്ളാട്ടാ. അയ്യേ ട്ടാ. ഞാൻ അവളെ ഉറക്കി കൊടുക്കട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ പണി. എത്ര സെന്റീന്ന്? 10 സെന്റീന്ന് വടി എടുത്തോടുന്ന്. ആര് പേരിലുള്ള 10 സെന്റാ? ആരെ പേരിലുള്ള 10 സെന്റാ? അങ്ങനെ പഴയ 10 സെന്റ് അല്ലേ. ഒരു പഴയ പറമ്പ് അവിടെ ഇരുന്നിട്ടാ അങ്ങനെ പോയിട്ട് അവിടെ ഉള്ള. അപ്പൊ അവിടെ പോയിട്ട് വടിയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടു നോക്കുമ്പോ ടാർപ്പായ വെറുതെ 1000-800-900 കൊടുത്ത് മേടിക്കണ. ഞാൻ അതാ പറഞ്ഞത്. ഇതിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിപ്പോ അങ്ങോട്ട് എത്തൂലേ. കയറിട്ടിട്ടൊന്ന് ജസ്റ്റ് കെട്ടിയാ മതി. നമ്മക്ക് വണ്ടി നനയാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചെയ്യല്ലേ വേണ്ടിയുള്ളോ. ഇപ്പൊ അതാ മേലെന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇടാ നിങ്ങളൊക്കെ കുളിച്ചതല്ലേ, നിങ്ങളെന്താ കാട്ടണേ? ഓട്ടോറിക്ഷയുടെ സബിന്റെ വയറ് നമ്മൾ ഓരോ കൊല്ലം ടെസ്റ്റിന് വരുമ്പോ ടെസ്റ്റിന് അത്ര ഊരാത്തുള്ളൂ. കാരണം നമ്മ ഒളിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ. എടാ അങ്ങ് കുളിച്ചതല്ലേ, ഇങ്ങോട്ട് കയറുവാ. അപ്പോൾ അങ്ങനെ പകുതിയോളം സെറ്റായി. എനിക്ക് അകത്ത് പണിയുണ്ട് ഗൈസ്. അകത്ത് അടി തൊടൊന്നും കഴിഞ്ഞിട്ടില്ല. 12 മണിയുണ്ടായി തോന്നുന്നുണ്ട്. മൊത്തം കളിക്കണതും ഒക്കെ വലിച്ചു വാരിട്ട് വെക്കുക. ഇനി ചിക്കൻ മേടിക്കണം, ചിക്കൻ ഓർഡർ ചെയ്യണം. അങ്ങനെ അപ്പോൾ ചിക്കൻ ഓർഡർ ചെയ്തിട്ട് വരാട്ടെ ഞാൻ. ഓക്കെ ഗൈസ്, ഒരു വിധേനെ
സെറ്റായില്ല നിയസ്ക? എന്താന്ന്? പാവങ്ങളെ കാർ ഷെഡ്. അങ്ങനെ അങ്ങനെ ഇതാ ഇവിടെ കാർ ഷെഡ് സെറ്റായിട്ടാ, അടിപൊളിയായി. അപ്പോൾ കഷ്ടപ്പാട് സെറ്റായി, എല്ലാം അടിപൊളിയായി. കുറച്ചൊരു എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് തോന്നുന്നു. അത് അവിടെ ഇതില്ലാത്ത കാരണം കേട്ടാ. എന്ത് അങ്ങനെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കണം, അതുപോലെ എന്താണ് സാധനങ്ങൾ മേടിക്കാണ്ട്. അപ്പോൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഗായ്സ് കാർ ഷെഡിൽ കയറ്റുന്നു വണ്ടി. ഓടല്ലേ? ഒരു തട്ടലും ഇല്ല, അത്യാവശ്യം പൊന്തിലുണ്ട്. പക്ഷെ എനിക്ക് കാണുമ്പോൾ ഞാൻ വിചാരിക്കണേ തട്ടോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മനസ്സിൽ. പക്ഷെ തട്ടലൊന്നും ഇല്ല കേട്ടാ. മാഷാ അല്ലാ സെറ്റായിട്ടുണ്ട്. സെറ്റല്ലേ നിയസ്ക? അത് നടുവീക്ക് ഇട്ടാ മതിയില്ല വണ്ടി. ഏയ് നമ്മളെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും മുന്നത്തെ ടാർപ്പായുടെ കോല എങ്ങനെ ഇരുന്നത്. ഇതേ കിടക്കണം അവിടെ. വണ്ടി കേറിയിട്ട് പൊളിഞ്ഞതാ. ചാവി എടുത്ത് തരുമോ സ്കൂട്ടിയുടെ ടേബിൾ വന്നേ? അങ്ങനെ ഒച്ച കേട്ടിട്ട് ഒരു നോക്കണുണ്ട്, പാവുണ്ട്. അതിനെ കൊണ്ടുപോകാണ്ട് പോവട്ടെ ഞങ്ങള്. മഴ ഞങ്ങള് തൂക്കി. അപ്പൊ ഞങ്ങള് ഹെൽമെറ്റ് വെക്കാത്ത പോകുന്നത് അടുത്തേക്കായ കാരണം. ഹെൽമെറ്റ് വെക്കാത്ത പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ 500 ഫൈൻ. ഈ 500, 1000 2 തലവിടെ നിർത്തിയ സഫ്രാത്താടെ. ഞാനേ ഒരു സാധനം ഉണ്ടായി ചോക്കട്ടെ സഫ്രാത്താട്. അപ്പൊ ഞങ്ങളെ ദേശത്തെ പൂരാട്ടെന്ന്. അപ്പൊ ഇവിടെ ഇതൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് പൊരി അലിവ അങ്ങനത്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോമ്പായ കാരണം പൂരത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ. പിന്നെ ഞങ്ങളുടെ നാട്ടില് പുതിയ ഹോസ്പിറ്റൽ, മലങ്കര ഹോസ്പിറ്റൽ 24 hours. ആദ്യത്തെ ബോർഡാട്ടതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. നമ്മൾ ചിക്കൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞില്ലേ, ചിക്കൻ വാങ്ങിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞിട്ട് പോവാട്ടാ. വിളിച്ചു പറഞ്ഞതാ, വെട്ടിച്ചുണ്ടാവും. കഴിഞ്ഞത് ഒന്നിട്ട് ചിക്കൻ കൊടുത്തേ. അങ്ങനെ നമ്മൾ ചിക്കൻ കടയിൽ കയറി. ഞങ്ങൾ ഇപ്പൊ തിരിച്ചു വരുമ്പോ എടുക്കാൻ പറഞ്ഞിട്ടാ. അങ്ങനായിട്ട് പോയി. അയ്യോ കിട്ടി. അതെജാലാണ്ട് ഈ കടയുടെ ഓളറോളർന്നൊക്കെ. ഉറങ്ങ മോമൂച്ചുറങ്ങി ഗൈസ്. അപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ള സ്മാർട്ടിൽ കണ്ട ആൽത്തറയില് ഓനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മൾ ചീസ് എടുക്കാൻ വേണ്ടി വന്ന് കേട്ടാ. നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ട് ഗൈസ്. ഒരാള് വലിയ ജ്യൂസ് വേറെ അടിക്കാം, ചെറുത് അടിക്കാം. നോമ്പ് നല്ല ക്ഷീണം. പിന്നെ ഉണ്ണിക്ക് പീടിയാണ് കാരണേ ഭയങ്കര ക്ഷീണം. ഫ്രീസറിന്റെ അവിടെ എന്നെ ചെന്നിക്കാൻ തോന്നുന്നു. മോനെ കസ്റ്റമറോട് വന്നിക്കോ കാശ് ഉണ്ടാക്കുക. കടിക്കട വെല്ലിച്ച് പിന്നെ ഗൈസ് ഞങ്ങൾ കഴിഞ്ഞു ഗൈസ്. ഞാൻ കൈ എന്താണ് വായിലിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ അറിയാണ്ട് വെള്ളം കുടിക്കണ്ട.
നമ്മൾ തിരിച്ചാൽത്തറയിലോട്ട് നമുക്ക് ഒരു ആപ്പിള് ഒരു അനാറ് അങ്ങനെ മേടിക്കണം കേട്ടാ. അത് നമ്മൾ ബോട്ടി കടയിൽ നിന്ന് മേടിക്കല്ലേ. നമ്മൾ ചിക്കൻ വാങ്ങിച്ചു. നേരെ ഫ്രൂട്ട്സ് കട അല്ലേ. അങ്ങനെ നമ്മൾ ഇന്നാരെ കടയിൽ വന്നിക്കണ്. ഇന്ന് ഫ്രൂട്ട്സ് അടിക്കാൻ നമ്മളെ ബോട്ടിക്കാൻ്റെ കടയിൽ കേട്ടോ വന്നിക്കണം. ബോട്ടിക്കാൻ്റെ കടയിലേക്ക് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. നേരെ എടുക്കാം. അങ്ങനെ ഗൈസ് ആദ്യം തന്നെ പാല് തിളപ്പിക്കാൻ വെക്കട്ടെ കേട്ടോ. ഞാനിവിടെ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചില്ലിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സാൻഡ്വിച്ചിലേക്കുള്ള ചെറിയതായിട്ട് ഉള്ളിയുടെ വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അയ്യോ അങ്ങനെ. പിന്നെ ഇവിടെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് നീ സെറ്റ് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. ഓളിൻ്റെ നോമ്പറക്കാണ്ട് നിൽക്കാൻ വന്നിട്ട് ഞാൻ അവളെ വീട്ടിലേക്ക് ഫ്രിഡ്ജിൽ വെള്ളം വെക്കാണ്ടേ പോകട്ടെ. ഞാനിനി ഇത് ഫ്രിഡ്ജിൽ വെള്ളം കൊണ്ടുവെക്കട്ടെ. നേരെ ഒഴുകി. അപ്പോൾ ഇവിടെ ക്യാപ്സിക്കം, ഉണക്കമുളകും, ഒരു പച്ചമുളക്, വെളുത്തുള്ളി, കോഴിമുടുക, ചിക്കൻ, ഇനി ഇതൊക്കെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. അവിടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓരോന്ന് ഇതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ അത് നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മളെ ചിക്കൻ ഒക്കെ ഇറക്കി വെക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. വേറെ ഉപ്പ് മാത്രമേ ഇടണുള്ളൂ, മറ്റേലും ഇടണം കേട്ടോ. അതുപോലെ അടുത്ത ബോക്സ് വെച്ചിട്ടുണ്ട്, ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെയിറ്റ് ചെയ്യാം ഇതാവണ വരെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം, ചില്ലിക്കുള്ളതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയായിട്ട് ഞാനിത് അവിടെ ചില്ലിക്കുള്ളത് മസാല ഒക്കെ പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫുള്ള് ഫാസ്റ്റാണ് വാങ്ങി കൊടുക്കാനാവാനായിരിക്കുന്നത്. അപ്പോൾ ഇനി ചില്ലിയുടെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇനി കാണിക്കണം എന്നില്ല കേട്ടോ. ഓക്കെ, നമ്മളുടെ സ്റ്റീമഡ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ എടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വെക്കാം, എന്നിട്ട് നമുക്കൊന്ന് മിക്സിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളിതെല്ലാം സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഈ ക്യാപ്സിക്കനും കൂടിയിട്ട് മിക്സിയിട്ട് അടിക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി കാണാം. ഓക്കെ ഗൈസ്, ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ചിക്കന് ഇങ്ങനെ പിച്ച് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ സോസ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതും ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഏതായിട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഉണ്ട്, ഇതാക്കി കട്ട് ചെയ്ത ഉള്ളി ഉണ്ട് കേട്ടോ. ഇതും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ഞാൻ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതുപോലെ ക്യാപ്സിക്കം, പിന്നെ സവാള കുഞ്ഞേതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും കൂടിയിട്ട് ഇട്ടെടുക്കുക. പിന്നെ നമ്മൾ അടിച്ച് വെച്ച മയോണീസ് തന്നെ പറയാം. അതിൻ്റെ ഒരു മിക്സിങ്ങിൻ്റെ ഒരു ടച്ച് അതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒരു ബ്രെഡ് എടുക്കാം. ആ ബ്രെഡിലോട്ട് കുറച്ച് വെച്ചിട്ട് നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു ചീസ് സ്ലൈസ് മൊത്തം വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇവിടെ വല്ലാണ്ട് ആർക്കും അങ്ങനെ ഇഷ്ടമില്ലാത്ത തന്നെ ഞാൻ ഹാഫാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ബ്രെഡ് വെച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. ചിക്കൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മേലോട്ട് കയറിയിട്ടാ. അപ്പോൾ ദവച്ചത്തെ നോമ്പില്ലാണ്ട് ഇരുന്ന് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മേലെ ഇട്ടെന്ന് സെറ്റ് ചെയ്ത് വെച്ചുള്ളത്. അപ്പോൾ നമ്മളെ സ്റ്റീമഡ് സാൻഡ്വിച്ചും ഫ്രൂട്ട്സ് സലാഡും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാട്ടോ വല്ലാണ്ട് ഫ്രൂട്ട്സ് എടുക്കാത്തത്. അങ്ങനെയായിട്ട് ഇപ്പോൾ നിയാസ്ക ഭയങ്കര ക്ഷീണത്തിലിരിക്കുകയാണ് കേട്ടോ. നോമ്പ് തുറക്കാനുള്ള വിലയിൽ വെയിറ്റിംഗ് ആണ്. കൊടുത്തിട്ടാ ജ്യൂസ് ഉമ്മയും കൂടിയിട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് ഇരിക്കുന്നത്. ഇന്നെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഡിയാസ്ക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമുക്ക് സബ്സ്ക്രൈബ്സ് കൂടി വരുന്നുണ്ട്, വ്യൂസ് കൂടി വരുന്നുണ്ട്. അതിന് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ ഇടയ്ക്ക് നോക്കി പോകുന്നുണ്ട് കേട്ടോ. ബാക്കിൽ കണ്ടില്ലേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.